ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെ വെടിവെച്ചു കൊന്ന കേസിൽ 3 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തുവെന്ന് കാനഡ. പ്രതികൾ ഏറെക്കാലമായി നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഇവർക്ക് ഇന്ത്യൻ സർക്കാരുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും കനഡിയൻ പോലീസ് അറിയിച്ചു. ഇന്ത്യൻ ഏജൻസികൾ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്ന ആക്ഷേപവും കാനഡയ്ക്കുണ്ട്. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബിൾ, ഇവർ ഇന്ത്യക്കാരാണ്, മാത്രമല്ല ഇന്ത്യൻ സർക്കാരാണ് ഇവരെ ഡെപ്യൂട്ട് ചെയ്തത് എന്ന കുറ്റാരോപണം കാനഡിയൻ പോലീസ് നടത്തുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇക്കാര്യത്തിൽ പ്രതികരണം വേണം. അതിനുള്ള സമയമായോ? നികേഷ്, ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് നിലവിൽ ഇപ്പോൾ കാനഡയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന വലിയ ആരോപണം കാനഡയുടെ ഭാഗത്ത് ഉണ്ടായത്. പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോ തന്നെ ഇക്കാര്യം പാർലമെന്റിൽ പറഞ്ഞ വലിയ വിവാദമാവുകയും ഈ രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു. 3 പേരും ഇപ്പോൾ നിലവിൽ അവിടെ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കരൺപ്രീത് സിംഗ്, അതോടൊപ്പം തന്നെ കമൽപ്രീത് സിംഗ് ഒപ്പം കരൺ ബ്രാർ എന്നീ 3 പേരാണ് അറസ്റ്റ് അയക്കുന്നത്. ഇവരെ എഡ്മണ്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഈ നിജാറിന്റെ കൊലപാതകത്തിന് പിന്നാലെ 3 പ്രവിശ്യകളായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് ഇവരെ എന്താണെങ്കിലും അറസ്റ്റ് ചെയ്തായി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവർ താൽക്കാലിക വിസയിലാണ് കാനഡയിൽ എത്തിയത് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ വിദ്യാർത്ഥികളല്ല, അതോടൊപ്പം തന്നെ ഇവർക്ക് PR ലഭിച്ചിട്ടില്ല എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുമായുള്ള ഇവരുടെ ബന്ധം പരിശോധിച്ചു വരികയാണ് എന്നാണ് കാനഡ പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ എന്താണെങ്കിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഈ വിഷയം ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ആരോപണം ഉണ്ടായപ്പോൾ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ ആ പ്രതികരണങ്ങളിൽ പലതരത്തിലും ഇന്ത്യ കാനഡ ബന്ധം വഷളാവുകയും അതിപ്പോഴും അതേപടി തന്നെ പരിഹരിക്കാതെ തുടരുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 3 പേരുടെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും വിദേശകാര്യ മന്ത്രാലയം ഇതിനിപ്പോൾ പ്രതികരിക്കും. അതെന്താണെങ്കിലും അത് അവർ പറയാൻ പോകുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ മുൻ നിലപാട് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇന്ത്യ ആദ്യഘട്ടം മുതൽ തന്നെ ശക്തമായി തന്നെ പറയുന്നുണ്ട് ഈ നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, നിജാർ മാത്രമല്ല ഖലിസ്ഥാൻവാദികളുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തിന് പുറത്തിറങ്ങുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് ഒരു ബന്ധവുമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ ഗുർപത്വന്ത് സിംഗ് പന്നുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലും ഇന്ത്യൻ റോയ്ക്ക് ബന്ധമുണ്ട് എന്ന് അമേരിക്കൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ അതിനെയും ഇന്ത്യ നിഷേധിച്ചിരുന്നു. എന്താണെങ്കിലും അത്തരത്തിൽ ഖലിസ്ഥാനുമായി ബന്ധപ്പെട്ട ഭീകരരെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കൃത്യമായ പങ്കുണ്ടെന്ന കനേഡിയൻ വാദം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവരിപ്പോഴും അതിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അന്വേഷണത്തോട് ഇന്ത്യ ഇതുവരെ സഹകരിക്കുകയും ചെയ്തിട്ടില്ല. ഇന്ത്യ അത് പൂർണ്ണമായും തള്ളുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും 3 പേർ ഇന്ത്യക്കാർ തന്നെ അറസ്റ്റായ പശ്ചാത്തലത്തിൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ 2 രാജ്യത്തിന്റെയും ഭാഗത്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നികേഷ്.